ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജേസ് ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അമ്മയുടെ ആഭരണങ്ങൾ സേതു സ്നേഹയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. സ്നേഹി അത് മേടിക്കാൻ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ധനുഷ് പറയുന്നു, സ്നേഹെ, നിന്റെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാം. എന്നാലും അച്ഛൻ വലിയ സന്തോഷത്തോടെ കൊണ്ടുവന്നതല്ലേ. അതുകൊണ്ട് അച്ഛനെ നീ വിഷമിപ്പിക്കണ്ട. അച്ഛന്റെ ആഗ്രഹം പോലെ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിന് അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും എന്റെയും തന്റെയും പേരിൽ അച്ഛനെ വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് താനത് വാങ്ങണം. ഞാനല്ലേ പറയുന്നത്. ഇത് കേട്ട് സ്നേഹ പറയുന്നുണ്ട്, ശരി, ഞാൻ വാങ്ങാം. ഇനി ഇതിന്റെ പേരിൽ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകരുത്. എനിക്കറിയാം ഏട്ടന്മാരൊന്നും അറിയാതെയാണ് എനിക്കിത് അച്ഛൻ തരുന്നതെന്ന്. അവരിത് അറിയുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ സേതു പറയുന്നു, അതൊക്കെ അച്ഛൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആദ്യം മോൾ ഇത് വാങ്ങിക്കണം. അങ്ങനെ സേതു ആ ആഭരണങ്ങൾ സ്നേഹയ്ക്ക് കൊടുക്കുകയും സ്നേഹ അത് വാങ്ങിക്കുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ ധനുഷും ഇരിക്കുന്നുണ്ട്. സേതു അവിടെ നിന്നും പോകുന്നു. അവന്തിക ഗാർഡനിൽ ഇരുന്നു കൊണ്ട് ഫോൺ ചെയ്യുകയാണ്. സേതു ഔട്ട് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണുന്നുണ്ട്. ഇയാൾ എന്തിനാ രാവിലെ തന്നെ മോളുടെ അടുത്തേക്ക് പോയത്? ഇനി വിവാഹം കഴിഞ്ഞപ്പോൾ മോളോട് അമിത സ്നേഹം തോന്നിയോ കിളവന് എന്ന് അവന്തിക മനസ്സിൽ വിചാരിച്ച് ഔട്ട് ഹൗസിലേക്ക് പോകുന്നു. ഇതേ സമയം ധനുഷ് സേതുമാധവൻ കൊണ്ടുവന്ന ആഭരണങ്ങളെല്ലാം സ്നേഹയെ അണിയിപ്പിക്കുകയാണ്. ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞപ്പോൾ താൻ കൂടുതൽ സുന്ദരിയായതുപോലെ തോന്നുന്നു എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക അവർ പറയുന്നത് കേൾക്കാൻ പുറത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ പറയുന്നത് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയാണിപ്പോൾ. അപ്പോൾ ഞാൻ ഈ ആഭരണങ്ങൾ എപ്പോഴും അണിയണമെന്നാണോ ധനുഷ് പറയുന്നത് എന്ന് സ്നേഹ ചോദിക്കുന്നു. അങ്ങനെയല്ല, താനിതൊന്നും അണിഞ്ഞില്ലെങ്കിലും സുന്ദരി തന്നെയാണ് എന്ന് ധനുഷ് പറയുന്നു. ഈ സ്വർണത്തിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ധനുഷ്. പിന്നെ അമ്മയുടെ സ്വർണം അച്ഛൻ ഇത്രയും വർഷം സൂക്ഷിച്ചു വെച്ചതുകൊണ്ടും അമ്മയെക്കുറിച്ച് ഓർത്തതുകൊണ്ടും അച്ഛൻ ഇത് തന്നപ്പോൾ വാങ്ങിച്ചെന്നേ ഉള്ളൂ. പിന്നെ ധനുഷ് പറഞ്ഞത് കൊണ്ടും. എന്റെ അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല. അതുകൊണ്ട് എന്റെ അമ്മയുടെ ഓർമ്മയായിട്ട് ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കുമെന്ന് സ്നേഹ പറയുന്നു. അച്ഛൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു കൊണ്ടുവന്നതല്ലേ. അപ്പോൾ നമ്മളിത് വേണ്ടാന്ന് പറയുന്നത് അച്ഛന് വലിയ വിഷമമാകും. ഞാനും താനും ഒന്നിക്കണമെന്ന് വിചാരിച്ചത് നമ്മളാ. അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ഇനിയും ഈ വീട്ടുകാരെ ഇതിന്റെ പേരിൽ വിഷമിപ്പിക്കാൻ പാടില്ല. ഇവിടുന്ന് ഒരു തരി സ്വർണമോ സ്വത്തോ ഒന്നും നമുക്ക് വേണ്ട. ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ എനിക്ക് വേണ്ടത് നിന്നെയായിരുന്നു. ഈശ്വരൻ അതെനിക്ക് തന്നു. നമ്മളെടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് ഇവിടെയുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട ചുമതല നമുക്കാണ്. താൻ എന്റെ കൂടെ ഇറങ്ങി വന്നതുകൊണ്ട് തനിക്കിപ്പോഴും സന്തോഷമാണെന്നും ഒരിക്കലും നമ്മൾ ചെയ്തത് ഒരബദ്ധമല്ലായിരുന്നു എന്നും എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അത് എന്റെ ഒരു വാശിയും കൂടിയാണ് എന്ന് ധനുഷ് പറയുന്നു. അപ്പോൾ സ്നേഹ പറയുന്നു, ഒക്കെ നടക്കും ധനുഷ്. ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളിടത്തോളം കാലം നമുക്കത് തെളിയിക്കാനാവുന്നതേ ഉള്ളൂ എന്നും സ്നേഹ പറയുന്നു. ഞാൻ ഇന്ന് നിന്നോടൊപ്പം സന്തോഷമായിരിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നും പറയുന്നു. ആ ഉറപ്പ് കുറച്ചൊക്കെ അച്ഛനും ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇതെല്ലാം നമ്മളെ കൊണ്ട് ഏൽപ്പിച്ചത്. അച്ഛനെ പോലെ എന്റെ ഏട്ടന്മാർക്കും എല്ലാം മനസ്സിലാകും. ഈശ്വരൻ ഇത്രയൊക്കെ സാധിച്ചു തന്നില്ലേ, ഇനി അതും സാധിച്ചു തരും എന്ന് സ്നേഹ പറയുന്നു. ഞാൻ ആഗ്രഹിച്ച ആളെയും ആഗ്രഹിച്ച ജീവിതവും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ആ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ എന്ന് ധനുഷ്. ശരിക്കും ഞാൻ ധനുഷിന്റെ ജീവിതത്തിലേക്ക് വന്നത് വലിയ സന്തോഷമാണോ എന്ന് സ്നേഹ ചോദിക്കുന്നു. ആണോന്നോ? താൻ എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഇതിൽ പരം എനിക്ക് മറ്റെന്തു കിട്ടാനാ? മരിക്കുന്നത് വരെ എനിക്കെന്നും തന്നോടൊപ്പം തന്നെ ജീവിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്റെ മനസ്സിൽ. അർച്ചന പറയുന്നത് പോലെ സ്വത്തിന് വേണ്ടിയിട്ടല്ല. എന്റെ ആകെയുള്ള സ്വത്ത് താനാണ്. താൻ മാത്രം മതിയെന്ന് ധനുഷ് പറയുന്നുണ്ട്. അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതെങ്കിലും നമ്മൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നത് ഇവിടെയുള്ള മറ്റുള്ളവരും കൂടി കാണട്ടെ എന്ന് കരുതിയാ ഞാൻ ഇവിടെ താമസിക്കാൻ തയ്യാറായത് എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയതുപോലെ ഇവിടെയുള്ള എല്ലാവരും ധനുഷിനെ ഒരിക്കൽ മനസ്സിലാക്കും. ഇന്ന് അവർ ചെയ്യുന്ന എല്ലാ ക്രൂരതയ്ക്കും അവരായിട്ട് തന്നെ വന്ന് മാപ്പ് പറയുന്ന ഒരു ദിവസം വരും. നമ്മുടെ സന്തോഷത്തോടെയുള്ള ജീവിതമാണ് അവരോടുള്ള നമ്മുടെ പ്രതികാരം. ഇങ്ങനെയൊക്കെ സ്നേഹ പറയുന്നു. ഇതെല്ലാം അവന്തിക പുറത്തുനിന്ന് വളരെ ദേഷ്യത്തോടെ കേട്ടു നിൽക്കുന്നുണ്ട്. ധനുഷ് സ്നേഹയോട് ചോദിക്കുന്നുണ്ട്, തനിക്ക് ഞാനൊരു ഉമ്മ തരട്ടെ എന്ന്. അതെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ എന്ന് സ്നേഹ. അതെന്താ എനിക്കിപ്പോൾ അങ്ങനെ തോന്നി എന്ന് ധനുഷ്. അതെന്താ പെട്ടെന്ന് ഇഷ്ടം കൂടിയോ എന്ന് സ്നേഹ. ഇഷ്ടം ഇന്നും ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു പ്രത്യേകത തനിക്ക് തോന്നി. അതാണെന്ന് ധനുഷ് പറയുന്നു. എങ്കിൽ തോന്നല് മാറുന്നതിന് മുമ്പ് ധനുഷിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് സ്നേഹ. അങ്ങനെ ഇപ്പോൾ ധനുഷ് സ്നേഹയ്ക്ക് നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുന്നു. അവന്തിക പുറത്ത് ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. തുടർന്ന് ഇപ്പോൾ നെല്ലിശ്ശേരിയിലേക്ക് ഒരു ഓട്ടോ വന്നിരിക്കുകയാണ്. അതിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങുന്നു. അത് മറ്റാരുമല്ല, ആ സിസ്റ്ററാണ്. സിസ്റ്റർ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. അർച്ചനയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. അർച്ചന കണ്ടപാടെ ആ സിസ്റ്ററിനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് ആതിര ഗർഭിണിയായിരിക്കുന്ന സമയത്ത്
മരുന്ന് മാറ്റി ഇഞ്ചക്ഷൻ കൊടുക്കാൻ ശ്രമിച്ചത് ഈ സിസ്റ്റർ തന്നെയായിരുന്നു. അത് അത് അന്ന് തന്നെ അർച്ചന കൈയോടെ പിടിക്കുകയും ചെയ്തതാണ്. അതാണിപ്പോൾ അർച്ചന ഓർക്കുന്നത്. "നിങ്ങളെന്താ ഇവിടെ?" എന്ന് അർച്ചന ചോദിക്കുന്നു. സിസ്റ്റർ പറയുന്നു, "ഞാൻ അവന്തിക മാഡത്തെ ഒന്ന് കാണാൻ വന്നതാണ്." "എന്തിന്? നിങ്ങളെന്തിനാ അവന്തിക മാഡത്തിനെ കാണുന്നത്?" എന്ന് അർച്ചന ചോദിക്കുന്നു. "ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളെന്തിനാ അവന്തികയെ കാണുന്നതെന്ന്? അങ്ങനെ ഇവിടെ വന്ന് കാണാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം?" എന്നും അർച്ചന ചോദിക്കുന്നുണ്ട്. "അവന്തിക മാഡത്തെ ഒന്ന് കാണേണ്ട കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വന്നതെന്ന് സിസ്റ്റർ." "അതെനിക്ക് മനസ്സിലായി. അതെന്ത് കാര്യത്തിനാന്നാ ചോദിച്ചത്? നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയുള്ള പരിചയമാണ്?" എന്നും അർച്ചന ചോദിക്കുന്നു. ഇതേ സമയം ധനുഷിന്റെ തോളിൽ ചാരി കിടന്നുകൊണ്ട് സ്നേഹ പറയുന്നുണ്ട്. "ധനുഷ്, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. അർച്ചനേട്ടത്തിയും ആതിരയും പോലെ എനിക്കും ഒരമ്മയാകണം. അത് പക്ഷെ അർച്ചനേട്ടത്തി ചെയ്തതുപോലെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുകയല്ല. ധനുഷിന്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കണം എനിക്ക്. എനിക്കോ ധനുഷിനോ ഇവിടുത്തെ സ്വത്തുക്കൾ ആവശ്യമില്ല. പക്ഷെ അതേ സ്വത്തുക്കൾ കൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കാം നമുക്ക്" എന്ന് സ്നേഹ പറയുന്നു. "ഞാനിത് പറയാനിരിക്കുവായിരുന്നു തന്നോട്. തന്റെ പേരിൽ കിട്ടുന്ന ഒരു സ്വത്തും നമുക്ക് ആവശ്യമില്ല. പക്ഷേ നമുക്കൊരു കുഞ്ഞുണ്ടായാൽ അത് ആവശ്യപ്പെടുന്നതെല്ലാം, അതിന് അർഹതപ്പെട്ടതെല്ലാം നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ അതൊക്കെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ച് അർച്ചന സ്വന്തമാക്കും. നമ്മൾ വിചാരിക്കുന്ന ആളല്ല അർച്ചന. ഇവിടെയുള്ള ആളുകളുടെ ഓരോ കാര്യങ്ങളും അർച്ചനയ്ക്കറിയാം. അവരോടൊക്കെ എന്ത് പറഞ്ഞാലാണ് എല്ലാവരുടെയും മനസ്സ് അലിയുന്നതെന്നും അർച്ചന പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ കള്ളത്തരം ഇല്ലാത്തതുകൊണ്ട് അവൾ ചിലപ്പോൾ നമ്മളെയും പറ്റിച്ചെന്ന് വരും" എന്നൊക്കെ ധനുഷ് സ്നേഹയോട് പറയുന്നു. "അതെ, അവരെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അവർ ഒറ്റൊരുത്തിയാണ് അച്ഛനെയും ഏട്ടന്മാരെയും എനിക്കെതിരെ തിരിപ്പിച്ചത്. അവരുടെ ഉള്ളിൽ ഇത്രയ്ക്കും വിഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല" എന്ന് സ്നേഹ പറയുന്നു. "നിന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം ഞാൻ എന്തൊക്കെ അനുഭവിച്ചു. അവർ എന്തൊക്കെ പ്രശ്നമുണ്ടാക്കി. സച്ചിയേട്ടന്റെ മൈക്ക് കയ്യിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് പറഞ്ഞാലും അവർ പറയുന്നേ സച്ചിയേട്ടൻ അനുസരിക്കൂ. ഇനി ഒരിക്കലും ഞാൻ അവരെ വിശ്വസിക്കില്ല. പിണക്കമൊക്കെ മറന്ന് നമ്മൾ ഇവിടെ താമസിക്കുമ്പോഴും അവർ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് അവരെന്നെ ദ്രോഹിച്ചിട്ടുണ്ട്" എന്ന് സ്നേഹ പറയുന്നു. "താൻ ഇനി അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. അനുഭവിച്ചത് മനസ്സിലായാൽ മാത്രം മതി. സാഹചര്യം കിട്ടുമ്പോൾ നമുക്ക് എല്ലാത്തിനും അർച്ചനയോട് പകരം വീട്ടണമെന്നും ധനുഷ് പറയുന്നു. "പരസ്പരം ഒരുപാട് സ്നേഹിച്ച നമ്മളെ എന്തിനാണ് പിരിക്കാൻ നോക്കിയതെന്ന് എനിക്ക് അവരോട് ചോദിക്കണം. എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തന്നോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും താൻ എന്നെ വിട്ടു പോയില്ലല്ലോ. എന്നോടൊപ്പമേ ജീവിക്കൂ എന്നുള്ള ഉറച്ച വിശ്വാസം, അതാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത്. ഒരു സാഹചര്യത്തിലും താൻ എന്നെ തള്ളി പറഞ്ഞില്ലല്ലോ" എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു. "അതിന് കടപ്പാടിന്റെ ആവശ്യമില്ല ധനുഷ്. എനിക്ക് ധനുഷിനെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. ചാകേണ്ടി വന്നാലും ശരി, ഞാൻ നിന്നോടൊപ്പമായിരിക്കും. എന്നേക്കാൾ കൂടുതൽ അനുഭവിച്ചത് നീയാണെന്നും എനിക്കറിയാം. അങ്ങനെ ഒരു കടപ്പാടുണ്ടെങ്കിൽ അതെനിക്ക് നിന്നോടാണെന്നും" സ്നേഹ പറയുന്നുണ്ട്. "എന്റെ ഏട്ടന്മാര് പലപ്പോഴും നിന്നെ തല്ലിയിട്ടും കുറ്റം പറഞ്ഞിട്ടും നീ എന്നെ വിട്ടുപോയില്ലല്ലോ. അപ്പോൾ കടപ്പാട് എനിക്ക് നിന്നോടാണെന്നും സ്നേഹ പറയുന്നു. "ഇത്രയും എന്നെ സ്നേഹിക്കുന്ന തന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ? തന്നെപ്പോലെ തന്നെ എനിക്ക് താൻ പോയാൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാനും സാധിക്കുമായിരുന്നു. താൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ തീരുമാനിച്ചതാണ് തന്നെ വിട്ട് ഞാൻ എങ്ങും പോവില്ലെന്ന്. ഇനിയുള്ള കാലം ഞാൻ എന്നും തന്നോടൊപ്പം ഉണ്ടാകും, ഉറപ്പ്" എന്നും ധനുഷ് പറയുന്നു. അപ്പോൾ സ്നേഹ പറയുന്നു, "അതെ, ഇവിടുത്തെ കതക് തുറന്നാണ് കിടക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി അച്ഛൻ വന്നാലോ? എന്നാലേ ഞാൻ പോയി കതകടച്ചിട്ട് വരാമെന്ന്" ധനുഷ് പറയുന്നു. എന്നാൽ കതകിന്റെ അവിടെ തന്നെ അവന്തികയുണ്ട്. കതകടയ്ക്കാൻ പോയപ്പോൾ അവന്തിക ധനുഷിന്റെ മുന്നിലേക്ക് വന്നു. അവന്തികയെ കണ്ടപാടെ ധനുഷ് ടെൻഷനായി നിൽക്കുകയാണ്. "നിനക്ക് നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അതില്ല എന്ന് നീ നേരത്തെ തെളിയിച്ചതാണ്. അവന്റെ ഒരു" എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം അർച്ചനയും ആ സിസ്റ്ററും തമ്മിൽ സംസാരിക്കുകയാണ്. ദേഷ്യത്തോടെ അർച്ചന വീണ്ടും സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട്. "ഞാൻ കുറെ നേരമായി ചോദിക്കുന്നു, എന്തിനാ ഇവിടേക്ക് വന്നത്? ഞാൻ ചോദിക്കുന്നത് കൊണ്ടാണ് പറയാത്തതെങ്കിൽ ചോദിക്കാൻ പറ്റിയ ആളുകൾ ഈ വീട്ടിലുണ്ട്. അവരെ ഞാൻ വിളിക്കാമെന്ന്" അർച്ചന പറയുന്നു. ആ സമയത്താണ് അവന്തികയുടെ വരവ്. "നിത്യേ, നീ എപ്പോ വന്നു?" എന്ന് അവന്തിക ചോദിക്കുന്നു. "ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു." "ഇവരെന്താ നിങ്ങളെ കാണാൻ വന്നത്?" എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു. "അതറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? എനിക്ക് പലരുമായി പല ബന്ധങ്ങളും കാണും. അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല" എന്ന് അവന്തിക. "എന്നെ ബോധിപ്പിക്കണ്ട. പക്ഷേ ബോധിപ്പിക്കേണ്ട ആൾക്കാർ ഈ വീട്ടിലുണ്ട്. അവരെ ബോധിപ്പിച്ചാൽ മതിയെന്ന്" അർച്ചന പറയുന്നു. "അന്ന് ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോ തന്നെ ഇവർ അത്ര ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായതാണ്." "അല്ല, ശരിയല്ലാത്ത ആൾക്കാരുമായിട്ടാണല്ലോ നിങ്ങൾക്ക് കൂട്ടുകെട്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിക്കുന്നില്ല. എങ്കിലും ആശുപത്രിയിലെ നേഴ്സായി ഇവർ എന്ത് കാര്യത്തിനാണ് നിങ്ങളെ കാണാൻ വന്നത് എന്ന് എനിക്കറിയണമെന്ന്" അർച്ചന. "നിനക്ക് നിന്റെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇവർ ആശുപത്രിയിൽ നേഴ്സ് ആയതുകൊണ്ട് ഞാനുമായി ബന്ധം പാടില്ലെന്നുണ്ടോ? എന്നെ കാണാൻ പലരും വരും. അത് ചിലപ്പോൾ ഡോക്ടറായിരിക്കും, വക്കീലായിരിക്കും, ചിലപ്പോൾ സയന്റിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ നേഴ്സും ആയിരിക്കും. അത് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. വരുന്നവർക്കും ഇല്ല. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്ക്.
നിത്യേ നീ വാ എന്ന് പറഞ്ഞ് ആ സിസ്റ്ററിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അവന്തിക. സംശയത്തോടെ അർച്ചനയും നിൽക്കുന്നുണ്ട്. അല്പം മാറ്റി നിർത്തി അവന്തിക നിത്യയോട് ചോദിക്കുന്നു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന്. അപ്പോൾ നിത്യ പറയുന്നു, അത്യാവശ്യമായ ഒരു കാര്യം പറയാനാണ്. എന്ത് അത്യാവശ്യമായാലും എന്നോട് ഫോണിൽ പറഞ്ഞാൽ പോരെ, ഇങ്ങോട്ട് വരുന്നത് എന്തിനാ എന്ന് അവന്തിക ചോദിക്കുന്നു. ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചപ്പോൾ മാഡം ഫോൺ എടുത്തില്ല, അതുകൊണ്ടാണ് നേരിട്ട് വരാമെന്ന് വിചാരിച്ചത് എന്ന് നിത്യ പറയുന്നു. അങ്ങനെ നീ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കാൻ നീ ഞാനുമായിട്ട് എന്താണ് ബന്ധമുള്ളത് എന്ന് അവന്തിക ചോദിക്കുന്നു. എന്തായാലും വന്ന കാര്യം പറയുന്നു അവന്തിക. എന്റെ അനുജത്തിയുടെ മോനൊരു സർജറി ഉണ്ട് എന്ന് നിത്യ പറയുന്നു. അതിന് ഞാൻ വന്ന് ചെയ്യണോ? കുടുംബക്കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നീ കാര്യം പറ എന്ന് അവന്തിക. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ അനുജത്തിയുടെ മോന് കണ്ണിലൊരു സർജറി ഉണ്ടായിരുന്നു. മറ്റന്നാളാണ്. അതിപ്പോൾ ഹോസ്പിറ്റലിൽ അടക്കേണ്ട പണം തികഞ്ഞില്ല. കയ്യിലുണ്ടായിരുന്നതും പണയം വെച്ചതും കടം വാങ്ങിച്ചതും കുറച്ചായി. പക്ഷെ തികയുന്നില്ല എന്ന് നിത്യ. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്. അപ്പോൾ എന്നെ ഓർമ്മ വന്ന് ഇവിടേക്ക് കയറി വന്നു അല്ലേ? അതെ, എനിക്കൊരു 50,000 രൂപ തന്ന് സഹായിക്കണമെന്ന് നിത്യ പറയുന്നു. ഇത് കേട്ട് അവന്തിക ചോദിക്കുന്നുണ്ട്. 50,000 രൂപയോ? നിനക്ക് വട്ടുണ്ടോ? എന്ന് അവന്തിക ചോദിക്കുന്നു. എനിക്ക് അത്രയ്ക്ക് നിവർത്തി കെട്ടത് കൊണ്ടാ ഇവിടെ വന്ന് ചോദിക്കുന്നത് എന്ന് നിത്യ പറയുമ്പോൾ അവന്തിക പറയുന്നു, ഓ, നിന്നേക്കാൾ നിവർത്തി കെട്ടാ ഞാനിവിടെ ജീവിക്കുന്നത്. വല്ല 5,000-ഓ 10,000-ഓ ആണെങ്കിൽ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമായിരുന്നു. 50,000 ബുദ്ധിമുട്ടാണെന്ന് അവന്തിക പറയുന്നു. എനിക്ക് മറ്റാരോടും ചോദിക്കാനില്ല, സമയവുമില്ല. അതുകൊണ്ടാണ് കടമായിട്ട് മതി, തിരികെ തരാമെന്നും നിത്യ പറയുന്നു. കടമായിട്ടാണെങ്കിലും സൗജന്യമായിട്ടാണെങ്കിലും പൈസയ്ക്ക് പൈസ വേണ്ടേ എന്ന് അവന്തിക അതില്ലെന്നാ ഞാൻ പറയുന്നത്. എനിക്കറിയാം മാഡത്തിന്റെ കയ്യിലുണ്ടെന്ന്. മാഡം തരാത്തതല്ലേ. ഞാൻ മാഡത്തിന് ചെയ്തു തന്ന ഉപകാരം മറക്കരുത് എന്ന് നിത്യ. ഓ, അങ്ങനെയാണോ? ഉപകാരസ്മരണ നമ്മൾ അന്നേ ക്ലോസ് ചെയ്തതാണല്ലോ. നീ ചെയ്തത് വീടായും പണമായിട്ടും നീ വാങ്ങിച്ചെടുത്തില്ലേ? ഇനിയും നിന്റെ കുടുംബക്കാരെയും കൂടി ഞാൻ നോക്കണോ എന്ന് അവന്തിക. ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്ക് അത്യാവശ്യമായത് കൊണ്ടാണെന്ന് നിത്യ പറയുന്നു. എന്റെ കയ്യിലില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിത്യ പോകാൻ നോക്കെന്ന് പറഞ്ഞ് അവന്തിക പോകാൻ തുടങ്ങുമ്പോൾ നിത്യ പറയുന്നുണ്ട്, ഒന്ന് നിന്നേ, കുഞ്ഞിനെ മാറ്റിയ കാര്യം ഞാൻ എല്ലാവരോടും പറയട്ടെ. ഇത് കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് അവന്തിക. എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ എന്ന് നിത്യ പറയുമ്പോൾ അവന്തിക പറയുന്നു, അതെന്താ നിത്യ ഒരു ഭീഷണിയുടെ സ്വരം? എനിക്ക് പണം വേണം മാഡം, തരികയും വേണം, അല്ലെങ്കിൽ എല്ലാ കാര്യവും ഞാൻ പറയുമെന്നും നിത്യ പറയുന്നു. നിനക്ക് എത്ര രൂപയാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ 50,000 എന്ന് നിത്യ. എന്റെ കയ്യിൽ ആ പണമുണ്ട്, പക്ഷേ നിനക്ക് ഞാൻ 1 രൂപ തരില്ല. ഇവിടെ കയറി വന്ന് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? കുഞ്ഞിനെ മാറ്റിയ കാര്യം നീ പറയൂ. ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും നീയല്ലേ അത് ചെയ്തത്. അപ്പോൾ എന്നെ പോലെ നീയും കുറ്റക്കാരിയാണ്. ഈ നാവ് വളച്ച് നീ അത് പറഞ്ഞാൽ ഇവർ പോലീസിനെ വിളിക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും. നിന്റെ കാര്യം പോക്കാണ്. കുഞ്ഞിനെ മാറ്റി കുഞ്ഞിനെ മാറ്റിയ കുറ്റത്തിന് നീ ജയിലിൽ പോകും. പിന്നെ നിന്റെ മോൾ അനാഥയാകും. പിന്നെ അത് വലിയ വാർത്തയും ആകും. ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ നിനക്ക് ഒരു ഹോസ്പിറ്റലിലും ജോലി ആരും തരാൻ പോകുന്നില്ല. നീ നരകിക്കും. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ നരകിപ്പിക്കും. ഇനി ആലോചിച്ച് നോക്ക് എല്ലാവരോടും എല്ലാം പറയണോ എന്ന്. അവന്തികയെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. നിന്റെ അനുജത്തിയുടെ മകന്റെ കണ്ണ് അടിച്ചു പോട്ടെ. ഈ സ്വഭാവത്തിന് അതാണ് നല്ലത്. അതാണ് വേണ്ടത്. അവളുടെ ഒരു സങ്കടവും ഭീഷണിയും. ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു. ഒന്നും ചെയ്യാനാകാതെ നിൽക്കുകയാണ് ഇപ്പോൾ നിത്യ. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം.